വയനാട്ടിലെ ദുരന്ത സ്ഥലത്ത് ബെയിലി പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികൾ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു. അവിടുന്ന് വിമാനത്താവളത്തിൽ നിന്നും സജോ ദേവസ് ചെയ്യുന്നു. സജോ, ഈ സാമഗ്രികളുമായി ഇറങ്ങിയ വിമാനത്തിൻ്റെ ദൃശ്യങ്ങളാണോ നമ്മൾ കണ്ടത്, അതോ എയർഫോഴ്സിൻ്റെ മറ്റേതെങ്കിലും വിമാനമായിരുന്നു അത്? സജോ. ഹാഷ്മി, ബെയിലി പാലത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവയുമായി എത്തിയ വ്യോമസേന വിമാനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ 17 ട്രക്കുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് 5 ട്രക്കുകളാണ് ആദ്യഘട്ടത്തിൽ ഈ ഉപകരണങ്ങളുമായി പോവുക വയനാട്ടിലേക്ക്. അതിന് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേന, അതായത് DSC കോർപ്സിലെ വിഭാഗം കൂടി ഒരു ടീം കൂടി ഇതിൻ്റെ ഭാഗമാകും. അത് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൺ സിംഗ് ധാവത്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഈ ബെയിലി പാലം നിർമ്മാണം ഇനി അങ്ങോട്ടേക്ക് ദുരന്ത സ്ഥലത്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത് വ്യോമസേന വിമാനമാണ്. ഇവിടെ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വ്യോമസേന വിമാനത്തിൽ നിന്ന് ഈ ഉപകരണ ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം ഇവിടെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ട്രക്കുകളിലേക്ക് കയറ്റി റോഡ് മാർഗം ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്യുക. അതായത് കണ്ണൂരിൽ നിന്ന് നേരെ കൊട്ടിയൂർ പാൽച്ചുരം വഴി മാനന്തവാടി പ്രവേശിക്കും. അതുവഴിയായിരിക്കും പിന്നീട് അങ്ങോട്ടേക്ക് പോവുക. ഇതുവഴി, അതായത് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഈ വാഹനങ്ങളടക്കം കടന്നു പോകുന്നതിന് ആളുകളുടെ അവിടെ ഗതാഗത നിയന്ത്രണമുണ്ട്. പോലീസും മറ്റ് സേനകളുമൊക്കെ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ സഞ്ചരിക്കേണ്ട വാഹനങ്ങൾ അതുവഴി, അതായത് പാൽച്ചുരം പാത വഴി, കൊട്ടിയൂർ പാൽച്ചുരം പാത വഴി മറ്റു വാഹനങ്ങളൊന്നും ഇപ്പോൾ പോലീസ് കടത്തിവിടുന്നില്ല. വയനാട്ടിലേക്കുള്ള രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകാനുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. അതുമായി എല്ലാവരും സഹകരിക്കുക എന്നതുകൂടി ജില്ലാ ഭരണകൂടം കൂടി അറിയിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. അതവിടെ രക്ഷാദൗത്യത്തിൻ്റെ, അതായത് ചൂരൽമലയിലേക്ക് മുണ്ടക്കൈ കടന്ന് മുകളിലേക്കൊക്കെ ആ ദുരന്ത ഭൂമിയിൽ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായി അവിടെ ഒരു ബെയിലി പാലം വളരെ വേഗത്തിൽ തന്നെ സ്ഥാപിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് അത് എത്രത്തോളം സഹായകരമാകും എന്ന് എടുത്തു പറയേണ്ടതില്ല. ദുരന്തമുഖത്തേക്ക് കൂടുതൽ വാഹനങ്ങളും ഒക്കെ രക്ഷാപ്രവർത്തകർക്കുമൊക്കെ വലിയ തോതിൽ ഉപകരണ സാന്നിധ്യത്തോടു കൂടി, അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങളോട് സാന്നിധ്യത്തോടു കൂടിയൊക്കെ അവിടെ എത്തിച്ചേരാൻ കഴിയും. അത് കുറെ കൂടി വേഗത വർദ്ധിപ്പിക്കും. അതിൻ്റെ രക്ഷാപ്രവർത്തനം എന്നത് ബെയിലിപ്പാലം വളരെ വിപുലമായ രീതിയിൽ സൈന്യം അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അത് കുറെ കൂടി വേഗത്തിൽ നടപ്പാക്കാൻ കഴിയും. അതിനാണ് ഈ ഉപകരണങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ റോഡ് മാർഗമാണ് പോവുക. അക്കാര്യത്തിൽ ഇവിടെയുള്ള, അതായത് കണ്ണൂരിൽ നിന്നും കൊട്ടിയൂർ വഴിയായിരിക്കും നേരെ പോവുക. പാൽച്ചുരം പാതയാണ്. ആ പാതയിൽ ഇനി അങ്ങോട്ടേക്ക് കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ, അതായത് പോലീസ് കൂടിയും MVDയും ഒക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവർ കൂടി ഇതിന് പൈലറ്റ് നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം വയനാട്ടിലെ ദുരന്ത സ്ഥലത്ത് ബെയിലി പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികളുമായാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് കണ്ണൂരിൽ എത്തിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. 5 ട്രക്കുകൾ വയനാട്ടിലേക്ക് വരികയാണ്. അത് കൊട്ടിയൂർ പാൽച്ചുരം വഴി മാനന്തവാടിയിലേക്ക് എത്തും എന്ന് സജ പറഞ്ഞിരുന്നു. അതാണ് അവർക്ക് എത്താൻ കഴിയുന്ന വഴി. എന്തായാലും അതീവ ദുഷ്കരമായ രക്ഷാദൗത്യം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ദുഷ്കരമാണ് വടം കെട്ടിയും അല്ലാതെയും ഒക്കെയുള്ള രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടു. ആ വടം കെട്ടിയ സിപ്ലൈൻ വഴി കൂടുതൽ മൃതദേഹങ്ങൾ മുണ്ടക്കയിൽ അങ്ങോട്ടേക്ക് ചൂരൽമല ഭാഗത്തേക്ക് പോകുന്നു. അതാണ് ഏറ്റവും സങ്കടമായ ഇന്നത്തെ കാഴ്ച. കൂടുതൽ മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടെടുക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും അധികം ദുരന്തം വിതച്ച മേഖലകളിൽ ഒന്നാണ് ഈ മുണ്ടക്കയ്ക്ക് അടുത്തുള്ള പുഞ്ചിരിമട്ടം. 22 മൃതദേഹങ്ങൾ ആ പ്രദേശത്ത് നിന്ന് മാത്രം കണ്ടെത്തിയതായാണ് കണക്ക്. നിലവിൽ അപകട സാഹചര്യം അങ്ങനെ തുടരുന്നതിനാൽ ആ പ്രദേശത്തെ മണ്ണ് നീക്കിയുള്ള ദൗത്യം ചിലപ്പോൾ വൈകിയേക്കാനാണ് സാധ്യത. ശ്രീകാന്ത് നേരത്തെ പുഞ്ചിരിമട്ടത്ത് പോയിരുന്നു. ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.